വെൽക്കം ടു ആസ്ക് ഐ എസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ജനുവരി 2022 ന്യൂസുകളാണ്. ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് ആദ്യം നോക്കാം. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, ശ്രീലങ്ക ആസ്ക് ചൈന ടു റെസ്ട്രക്ചർ ഡെപ്റ്റ്, മേഘദാതു ഇഷ്യൂ. അങ്ങനെ 3 ടോപ്പിക്സാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 റൂൾസ്. GS പേപ്പർ 2-ലെ പൊളിറ്റി ആൻഡ് ഗവർണൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇതുവരെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസ് തേർഡ് എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഡെഡ് ലൈൻ പാസ് ചെയ്തിട്ടും ഇതുവരെ നോട്ടിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് ന്യൂസിൽ വരാൻ കാരണമായിട്ടുള്ളത്. കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അത് പ്രകാരം ഇപ്പോൾ ഒരു മിനിസ്ട്രി എന്താണ് രണ്ട് ഹൗസിലും അല്ലെങ്കിൽ ഈ പറയുന്ന പാർലമെൻറ്റിൻ്റെ രണ്ട് ഹൗസിലും ഏതെങ്കിലും റൂൾസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വിട്ടയക്കണമെന്നും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക്സിന് കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്റ്റൻഷൻ എടുക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ എക്സ്റ്റൻഷൻ ഈ പറയുന്ന രീതിയിൽ 3 മാസമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. കൂടുതൽ പീരീഡ് ആവശ്യമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫർദർ സച്ച് എക്സ്റ്റൻഷൻസ് ആവശ്യമാണ്. പക്ഷേ എന്താണ് ആദ്യത്തെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 6 months ആണ്. അതിനുശേഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പക്ഷമാണ് എന്ത് ചെയ്യുന്നത്, ഓരോ 3 മാസമായിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ എടുക്കും. പക്ഷേ ഇതുവരെ ഇപ്പോൾ എന്താണ് നിലവിൽ എക്സ്റ്റൻഷൻ എടുത്തിട്ടുമില്ല, എന്നാൽ ഇത് കംപ്ലീറ്റ് ചെയ്ത റൂൾ കൊടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തയിൽ അതെന്നറിയാൻ കാരണമായിട്ടുള്ളത്. ഇനി എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ എന്ന് നോക്കാം. ഈ ബില്ല് നമ്മുടെ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. അത് പ്രകാരം ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ, പാസി, ക്രിസ്ത്യൻ ആയിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രൻസ് ലൈക്ക് അഫ്ഗാനിസ്ഥാനെന്നോ ബംഗ്ലാദേശെന്നോ പാകിസ്ഥാനെന്നോ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് എലിജിബിലിറ്റി ആവുന്ന കണ്ടീഷൻസിലാണ് ചില ചേഞ്ചസ് കൊണ്ടുവന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം മെജോറിറ്റി നൈബേഴ്സിൻ്റെ അകത്തുനിന്നുള്ള നോൺ മുസ്ലിം ആയിട്ടുള്ള ഇമിഗ്രൻസിന് എന്താണ് ഇന്ത്യയിലേക്ക് സിറ്റിസൺഷിപ്പ് നേടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂളാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ. ഇതിലുള്ള റിലാക്സേഷൻസ് എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ 12 മാസം നമ്മുടെ രാജ്യത്ത് നിൽക്കുകയും അതുപോലെ തന്നെ അതിന് മുന്നുള്ള 11 കൊല്ലം 14 വർഷത്തിൻ്റെ അകത്ത് താമസിക്കണമെന്നാണ്. പക്ഷേ ഈ ഒരു അമെൻമെൻറ്റ് പ്രകാരം 11 വർഷം എന്നുള്ളത് ചുരുക്കി 6 വർഷമാക്കിയിട്ടാണ്. അതായത് കൂടുതൽ ആൾക്കാർക്ക് എന്താണ് പെട്ടെന്ന് സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള ഒരു അവസരമാണ് ഇതിലൊരുക്കുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പ്രോപ്പറായിട്ടുള്ള ട്രാവൽ ഡോക്യുമെൻറ്റ്സോ പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ പെർമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ കൂടുതൽ എക്സീഡ് നിൽക്കുന്ന ആൾക്കാരും എന്താണ് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ് എന്നാണ്. ഇനി ഇതിനുള്ള എക്സംഷൻസ് എന്ന് പറയുന്നത് ചില 6 കമ്മ്യൂണിറ്റീസിന് എന്താണ് ക്രിമിനൽ കേസ് എന്നുള്ള കാര്യങ്ങൾ ഫോറിൻ ആക്റ്റും 1946 പ്രകാരവും പാസ്പോർട്ട് ആക്ട് 1920 പ്രകാരവും ചില എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം ഇല്ലീഗലാക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് പെർമിറ്റുകൾക്കും കാര്യങ്ങൾക്കും കുറച്ചുകൂടി വ്യക്തത കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6th ഷെഡ്യൂൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ത്രിപുര, മിസോറാം, ആസാം, മേഘാലയ തുടങ്ങിയ ട്രൈബൽ ഏരിയാസിന് അപ്ലിക്കബിൾ അല്ല, കാരണം അവരെല്ലാം 6th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്നർ ലൈൻ ലിമിറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ബംഗാൾ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെഗുലേഷൻ 1873 പ്രകാരവും ഇത് ആക്ടിൻ്റെ പെർവ്യൂവിൻ്റെ ഔട്ട്സൈഡ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റുന്നത്? 5 രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് ബൈ ബർത്ത്, രണ്ടാമത്തെ ബൈ ഡിസെന്റ്, പിന്നെ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഇൻ ഇന്ത്യ. ഇങ്ങനെ 5 രീതിയിലാണ് 1955 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം നമുക്ക് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്താണ് ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോലിളക്കങ്ങൾ സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ്. അതുമായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ടാർഗറ്റിംഗ് മുസ്ലിംസ് ആണ്. മുസ്ലിം കമ്മ്യൂണിറ്റീനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണിതിൽ. പിന്നെ ആർട്ടിക്കിൾ 14 പ്രകാരം എന്താണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും റൈറ്റ് ടു ഈക്വാലിറ്റിക്ക് ബാധകമാണെന്നാണ്. അതിൽ നിന്നും വ്യതിയാനം കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബംഗ്ലാദേശി മൈഗ്രൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനും കുറച്ച് മോശമാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് നോൺ മുസ്ലിംസിന് അത് ബെനിഫിറ്റ് ചെയ്യും, കാരണം എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ റിലീജിയസ് പെർസിക്യൂഷൻസ് നേരിടുന്ന മറ്റു പല മൈനോറിറ്റി, മുസ്ലിം മെജോറിറ്റി ഫോറിൻ കൺട്രീസിലുള്ള മൈനോറിറ്റീസിനെ എത്രയും പെട്ടെന്ന് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് സഹായിക്കും.
അതുപോലെ തന്നെ പാർട്ടീഷന്റെ കേസിൽ കുറേ പേര് പുറത്തേക്ക് പോവേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൂടിയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീലങ്ക ആസ്ക് ചൈന ടു റീസ്ട്രക്ചർ ഡെപ്റ്റ്. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത്. ശ്രീലങ്ക ആസ്ക് ചൈന ടു റീസ്ട്രക്ചർ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ശ്രീലങ്കൻ പ്രസിഡന്റ് ഈ അടുത്ത് ചൈനീസ് അസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്, ഡെപ്റ്റ് ഓൺ ബൈ ദ ഐലൻഡ് നേഷൻ ടു ദ ഏഷ്യൻ ഡെപ്റ്റ്. അതായത് ചൈനയിൽ നിന്നും കടം വാങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ട് ചൈനയുടെ തന്നെ ഒരു റീസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് ശ്രീലങ്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിനുള്ള കാരണം, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. ശ്രീലങ്ക ഏകദേശം $5 ബില്യൺ ചൈനയ്ക്ക് കൊടുക്കാനുള്ളത്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ ഫോറിൻ ഡെപ്റ്റിന്റെ ഏകദേശം 10% അത് വരുന്നത്. ശ്രീലങ്കയുടെ പ്രൊപ്പോസൽ പ്രകാരം ഇതൊന്ന് റീസ്ട്രക്ചർ ചെയ്യണം. കാരണം അവരുടെ രാജ്യം എത്രയും പെട്ടെന്ന് ഒരു എക്കണോമിക് ഡൗണിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് റീസ്ട്രക്ചർ ചെയ്യണമെന്ന് ചൈനയോട് അവർ പറയുകയാണ്. ചൈനയിൽ പല പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു എക്കണോമിക്കൽ ക്രൈസിസ് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് COVID-19 പാൻഡമിക് ഓൾറെഡി എല്ലായിടത്തും എന്താണ് എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു GDP കോൺട്രിബ്യൂഷൻ കൊടുത്തിരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ടൂറിസമാണ്. തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു മേഖല വളരെയധികം ഇടിയുകയാണ് ഉണ്ടായത്. ഒരു കാസ്കേഡ് എഫക്റ്റിലൂടെ എന്താണ് അവിടുത്തെ ടൂറിസം ഡ്രോപ്പ് ഡൗൺ ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എക്കണോമിക് ക്രൈസിസ് കൂടി. അതുപോലെ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ചും കുറഞ്ഞു. പിന്നെ ഫുഡ് ക്രൈസിസും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗങ്ങളും ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ അവർ റിസൾട്ട് ചെയ്തിരുന്ന അവരുടെ ഇമ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഇമ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ കുറഞ്ഞതോടുകൂടി അവിടെ ഒരു ഫുഡ് ക്രൈസിസും വന്നു. പിന്നെ ഇമ്പോർട്ട് ചെയ്തു വരുന്നതിന് വില കൂടുതലാവുന്നത് മൂലവും എന്താണ് അവിടെ ഒരു ക്രൈസിസും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് അവർ പോയത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു റൂൾ പ്രകാരം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രകാരം എന്താണ് അഗ്രികൾച്ചറിൽ നിന്നുള്ള പ്രൊഡക്റ്റും കുറഞ്ഞു. ഇങ്ങനെ എല്ലാം ചേർന്നിട്ട് ചൈനയിൽ നിന്നും ഒരുപാട് കടവും വാങ്ങിയിട്ടുണ്ട്. അത് കാരണം അങ്ങനെ മൊത്തത്തിൽ ശ്രീലങ്ക ഇപ്പോൾ ഒരു എക്കണോമിക് ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇന്ത്യൻ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഡെപ്റ്റ് മൊറട്ടോറിയത്തിന് വേണ്ടിയിട്ട് അവർ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഡെപ്റ്റ് മൊറട്ടോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വളരെ മോശം സിറ്റുവേഷൻസിൽ ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ ഓവർകം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അതിനെപ്പറ്റി തിരിച്ചടക്കുന്നതിന് ചിന്തിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് മൊറട്ടോറിയം കൊണ്ടുവരുന്നത്. പക്ഷെ അതിനെ ഇന്ത്യയോട് പറഞ്ഞത് വരെ ഇന്ത്യ ഇതുവരെ റിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാനാവില്ല. ഇന്ത്യക്ക് ഒരുപാട് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇന്റർനാഷണൽ ഓഷ്യൻ റൂട്ടുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂട്ടാണ് ഇതെന്ന് പറയുന്നത് ത്രൂ ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നല്ല സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഉണ്ട്. ചൈനീസിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ത്യക്ക് ഒരു പക്ഷേ സഹായിക്കാനാവുകയാണെന്നുണ്ടെങ്കിൽ ചൈനേനെ അവിടെ ഓവർകം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. പക്ഷേ അത് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താണ്, ചൈനയ്ക്ക് നമ്മുടെ മുകളിൽ ത്രെറ്റ് കൂട്ടുവാനുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ചൈനയിൽ നിന്ന് ത്രെറ്റ് വരാനുള്ള ഒരു സാധ്യത കൂടി അത് ഉണ്ടാക്കും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ചൈന സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്ന രീതിയിൽ പല സ്ഥലങ്ങളും പോർട്ടുകൾ കാര്യങ്ങളും പണിതിട്ടിട്ടുണ്ട്. അത് അവരുടെ ഇന്ത്യൻ ഓഷ്യൻ പിടിച്ചടക്കുന്ന ഒരു രീതിയുമായിട്ട് നമ്മൾ പല രീതിയിൽ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് എന്നുള്ളത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രീലങ്കയ്ക്ക് ഒരു സപ്പോർട്ട് ആവുകയും ചെയ്യും. ഇന്ത്യക്ക് ഈ പറയുന്ന ചൈനയെ ഓവർകം ചെയ്ത് ഈ ഒരു റീജിയനിൽ കുറച്ചുകൂടി എബിലിറ്റീസ് കാഴ്ചവെക്കാൻ പറ്റാവുന്നതാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേഘധാതു ഇഷ്യൂ ആണ്. GS പേപ്പർ 2 ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് മേഘധാതു ഇഷ്യൂ എന്ന് പറയുന്നത്. റീസെൻ്റ്ലി മേഘധാം ഡാം ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള അവരുടെ മൈൻഡിലുള്ള ഐഡിയ എന്താണോ അത് അപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെന്ന് പറയുന്നത് തമിഴ്നാട് എന്ന് പറയുന്നത്. അവരതുമായിട്ട് സുപ്രീം കോടതിയിലേക്കും കാര്യങ്ങളിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കർണാടക ചെയ്യുന്നത് എന്താണ്, അവരുടെ ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ നിൽക്കുന്ന മേഘധാതു ഡാം ഇഷ്യൂ എന്ന് പറയുന്നത്. ബാംഗ്ലൂരിൻ്റെ വാട്ടർ പ്രശ്നങ്ങൾ തീർക്കുവാൻ വേണ്ടിയിട്ട് മേഘധാതു ഡാം എത്രയും പെട്ടെന്ന് കെട്ടണം എന്നുള്ളൊരു മൈൻഡിലാണ് ആര് നിൽക്കുന്നത്, കർണാടക നിൽക്കുന്നത്. പക്ഷേ ഇപ്പുറത്തുള്ള തമിഴ്നാട് അതിനെ വളരെയധികം ഒപ്പോസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഒരു കാര്യങ്ങൾ എന്ന് നോക്കാം. കർണാടക റിസർവോയർ കെട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ? കാവേരി റിവറുള്ള മേഘധാതുവിന് വേണ്ടി. ഇതിനെയാണ് തമിഴ്നാട് ഒപ്പോസ് ചെയ്യുന്നത്. അവർ പറയുന്ന ഒപ്പോസിങ് അല്ല, ആക്ച്വലി നോട്ട് അറ്റ് ഓൾ ആക്സെപ്റ്റബിൾ എന്നാണ് പറയുന്നത്.
കർണാടക ഇപ്പോൾ ഏകദേശം 4.75 TMC ആണ് ഡ്രിങ്കിങ് വാട്ടർ റിസർവോയേഴ്സിന് കാര്യങ്ങൾ എടുക്കുന്നത്. അതും 67 TMC ഫീറ്റ് വരെ ഉള്ളതിൽ നിന്നാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത് ഓർക്കണം. എങ്ങനെയൊക്കെയാണെങ്കിലും കർണാടക ഗവൺമെൻറ് പറയുന്ന പ്രകാരം ഇതിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കേസിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു വാട്ടർ ഷെയറിങ് അല്ലെങ്കിൽ ഒരു കാവേരി ഇഷ്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം. കർണാടകയിൽ നിന്നും കാവേരി ത്രൂ തമിഴ്നാട്ടിലേക്ക് വാട്ടർ പോകുന്നത് 3 സോഴ്സസിലൂടെയാണ്. ഒന്നെന്ന് പറയുന്ന റിവർ കബനിയും അതുപോലെ തന്നെ കൃഷ്ണസാഗർ റിസർവോയറിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയും സബ് ബേസിൻസ് ഓഫ് ഷിംസ, അക്രാവതി അതുപോലെ തന്നെ സുവർണവതി റിവേഴ്സിൽ നിന്നും ചില മൈനർ റിവേഴ്സൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്ലോയാണ് തമിഴ്നാട്ടിലേക്കുള്ളത്. അത് ഒന്നാമത്തേത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് കബനി ഡാമിലൂടെ പോകുന്നതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് കൃഷ്ണരാജസാഗർ ഡാമിലൂടെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള 3 സോഴ്സസ് ആണുള്ളത് തമിഴ്നാട്ടിലേക്ക് ഈ കാവേരിയിൽ നിന്ന് വരുന്നത്. അതിൽ 2 എണ്ണത്തിൽ ഓൾറെഡി ഡാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ഡാം ഉള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെള്ളം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ആലോചിക്കാം. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് കേസിലപ്പോൾ എന്താണ്, കർണാടക അവർക്ക് ആവശ്യമുള്ള വാട്ടർ സ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമാണ് തമിഴ്നാട്ടിലേക്ക് സെക്കൻഡ് സോഴ്സിലൂടെയും തേർഡ് സോഴ്സിലൂടെയും വെള്ളം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സോഴ്സിലൂടെയും തേർഡ് സോഴ്സിലൂടെയും അവർ ഓൾറെഡി കൺട്രോൾ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ സോഴ്സിലൂടെ ഈ പറയുന്ന റിവർ കാച്ച്മെന്റ് ഏരിയാസ് ഷിംസ, ക്രോവതി അതുപോലെ തന്നെ സുവർണാവതി റിവേഴ്സിലൂടെയൊക്കെ ഉള്ളതിൽ ആണ് ഇപ്പോൾ മൂന്നാമത്തെ മേഘദാതു ഡാം കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അതും കൂടി അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. ഇതിൽ നിന്നുള്ളൊരു വേ ഔട്ട് എന്താണ്, കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി CWMAയുടെ പ്രൊജക്ട് റിക്വയർ ഏതൊരു പുതിയ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു അപ്രൂവൽ ആവശ്യമാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് അല്ലെങ്കിൽ DPR കർണാടക എന്താണ് CWMAക്ക് സെവറൽ ടൈംസ് അപ്രൂവലിന് കൊടുത്തെങ്കിലും പക്ഷേ ഇതെന്താണ് കൺസെൻസസ് ഇല്ലാത്ത കാരണം അത് ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണലിന്റെ ഫൈനൽ അവാർഡ് പ്രകാരം സുപ്രീം കോടതിയും ഒക്കെ മോഡിഫൈ ചെയ്തത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ CWMAയുടെ പ്രീ റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് കാര്യങ്ങൾ കൺസിഡറേഷൻസ് ആരാണ്, ഈ പറയുന്ന ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടുകളെല്ലാം ജലശക്തി മിനിസ്ട്രി അപ്രൂവ് ചെയ്യണമെന്നാണ്. ഈ പ്രൊജക്റ്റ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ഇൻട്രസ്റ്റേറ്റ് റിവറിലായതുകൊണ്ട് നോർമലി ഉള്ള റിവറിലാണെന്നുണ്ടെങ്കിൽ അവർ അപ്രൂവ് ചെയ്താൽ മതി. പക്ഷേ ഇൻട്രസ്റ്റേറ്റ് റിവർ ആവുന്ന കേസിൽ എന്താണ്, അതിൻ്റെ ലോവർ റിപ്പേറിയൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ കേസിൽ ലോവർ റിപ്പേറിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട് അഗ്രി ചെയ്താൽ മാത്രമാണ് ഈ ഒരു പ്രൊപ്പോസൽ ഫൈനൽ ആവുള്ളൂ എന്നാണ് ഇൻട്രസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സിൻ്റെ ആക്ട് പ്രകാരമുള്ളത്. അപ്പോൾ ഇവിടെ തമിഴ്നാട് സമ്മതിക്കാത്തടത്തോളം കാലം എന്ത് സംഭവിക്കില്ല, ഇത് പോസിബിൾ ആവില്ല എന്നുള്ളതാണ് ഇൻട്രസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആക്കുക. അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ മറ്റു കോടതികളോ അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കേണ്ടതായിട്ട് വരുമെന്ന്. ഈ പ്രൊജക്റ്റിനെ പറ്റി ജനറലായിട്ട് ഒന്ന് നോക്കാം. മേഘദാതു എന്ന് പറയുന്ന ഒരു മൾട്ടി പർപ്പസ് ഡ്രിങ്കിങ് ആൻഡ് പവർ പ്രൊജക്റ്റ് ആണ്. അവിടുത്തെ റിസർവോയർ കാര്യങ്ങൾ ബാലൻസ് ചെയ്യുക. കനകപുര രാമനഗര ഡിസ്ട്രിക്റ്റിലുള്ള കർണാടകയിലുള്ള രാമനഗര ഡിസ്ട്രിക്റ്റിലുള്ള കനകപുരയുടെ അടുത്താണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡാം പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് പ്രകാരം ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നൈബറിങ് ഏരിയാസിൽ നിന്നും ബാംഗ്ലൂരിലേക്കും കാര്യങ്ങൾക്ക് എന്താണ് 4.75 TMC വാട്ടർ ഡ്രിങ്കിങ് വാട്ടർ അവർക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 400 മെഗാവാട്ട് പവറും അവർക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 9,000 കോടി രൂപയാണ്. എന്തുകൊണ്ടാണ് തമിഴ്നാട് ഇതിന് അഗെയിൻസ്റ്റ് എന്നുള്ളത് നമുക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായി. അവരുടെ ആ വാട്ടർ സ്റ്റോറിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവരത് ഏബിൾ ആക്കിയിട്ട് ബാക്കിയുള്ളത് മാത്രമേ തമിഴ്നാടിന് കൊടുക്കുകയുള്ളൂ എന്നുള്ള ഒരു ലോവർ റിപ്പറേനിയൻ സ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടാണ് അവർ ഈ ഒരു ഒപ്പോസിഷന് വേണ്ടിയിട്ട് കാരണമാക്കുന്നത്. 1990 ഈ ഒരു കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രിബ്യൂണൽ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അത് പ്രകാരം അവരുടെ ഫൈനൽ അവാർഡ് 2007 വന്നു. അതിന് വീണ്ടും ചില അലോക്കേഷൻസിലെ കാര്യങ്ങൾ മാറ്റിയിട്ട് ഇപ്പോൾ അവസാനം 404.25 TMC ആണ് തമിഴ്നാടിന് കിട്ടുന്നത്. കർണാടകയ്ക്ക് ഏകദേശം 284.75 TMC ഫീറ്റാണ് കിട്ടുന്നത്. ബാക്കി കേരളം പുതുച്ചേരിക്ക് ആദ്യത്തെ പോലെ തന്നെ 30 TMCയും 7 TMCയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ലെവലിൽ കർണാടക ഇതിനെ വീണ്ടും കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാടിന് പ്രശ്നമാവും. അവിടെ ഈ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഇവിടെ കൺസെൻസസിൽ ഉണ്ടായിട്ടുള്ള ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രകാരം പറയുന്നത് ലോവർ റിപ്പറേൻ സ്റ്റേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് അനുസരിച്ചിട്ട് മാത്രമേ ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ 3 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ റൂളുകൾ വരാത്തത് കൊണ്ടുള്ള കാര്യങ്ങളും ശ്രീലങ്ക ചൈന ഡെപ്റ്റ് ക്രൈസിസ് എന്താണെന്നും മേഘദാതു പ്രൊജക്റ്റുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.